സ്വാമിമലൈ ദേവസ്ഥാനം അരുൾമികു സ്വാമിനാഥ സ്വാമി ക്ഷേത്രം സ്വാമിമലൈ സ്ഥിതി ചെയ്യുന്നത് കുംഭകോണത്ത് നിന്ന് 5 കിലോമീറ്റർ പടിഞ്ഞാറ് കാവേരി നദിയുടെ കൈവഴിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിൽവൻ ഗ്രാമമാണ് സ്വാമിമലൈ. ബസ് സ്റ്റാൻഡിന് വളരെ അടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. കുംഭകോണം, തിരുവിടൈമരുതൂർ, മയിലാടുതുറൈ, പാപനാശം, തഞ്ചാവൂർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളാൽ ക്ഷേത്രം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാമിനാഥ സ്വാമിയുടെ ഈ ദക്ഷിണേന്ത്യൻ ക്ഷേത്രത്തിലേക്ക് കുംഭകോണത്ത് നിന്ന് റോഡുകളിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. ഈ മുരുക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ 3 പ്രകാരങ്ങളും 3 പ്രവേശന കവാടങ്ങളുമുണ്ട്. തെക്കൻ പ്രവേശന കവാടം ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടമാണ്. പ്രധാന ക്ഷേത്ര ഗോപുരമായ രാജഗോപുരം അതിന്റെ 5 നിരകളോടെ ഈ പ്രവേശന കവാടത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മീനാക്ഷി സുന്ദരേശ്വരർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രം കീഴ്ക്കോവിൽ എന്നറിയപ്പെടുന്നു. സ്വാമിനാഥ സ്വാമിയായി മുരുകനെ പ്രതിഷ്ഠിക്കുന്ന പ്രധാന ക്ഷേത്രം മേൽക്കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിന് ചുറ്റും നിരവധി ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. 2ാം പ്രാകാരത്തിലേക്ക് കടക്കുമ്പോൾ മുരുകൻ ശിവന് ഓങ്കാരം പഠിപ്പിച്ചത് ചിത്രീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഘടനയുണ്ട്. 2ാം പ്രാകാരം കടന്നാൽ നമുക്ക് നേത്രവിനായകർ ക്ഷേത്രം കാണാം. കാർത്തവീര്യാർജുനൻ, ഇടുമ്പൻ, സുബ്രഹ്മണ്യസ്വാമി എന്നിവരുൾപ്പെടെ നിരവധി ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. ശ്രീകോവിലിനെ സമീപിക്കുമ്പോൾ സഭാപതി, സേനാപതി, ഷൺമുഖൻ, വള്ളി, ദേവസേന എന്നിവരെ ആരാധിക്കുന്നു. എല്ലാം കുമാരന്റെയോ കാർത്തികേയന്റെയോ വിവിധ പ്രകടനങ്ങളാണ്. നടരാജന്റെ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ശിവന്റെ മനോഹരമായ ഒരു വിഗ്രഹം ഇവിടെയുണ്ട്. കവി സന്യാസി അരുണഗിരിനാഥർ ഈ പവിത്രമായ തമിഴ് കീർത്തനമായ തിരുപ്പുകളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പാടിയിരിക്കുന്നതും അദ്ദേഹം ഇവിടെ ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു. സ്വാമി മലയിലെ പ്രധാന തമ്പുരാൻ സ്വാമിനാഥ എന്ന സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്നു. ശക്തിവേലും ദണ്ഡും പിടിച്ചിരിക്കുന്ന 6 അടി ഉയരമുള്ള മുരുക വിഗ്രഹമുണ്ട്. മയിൽ വാഹനത്തിനു പകരം ആനയെ ഭഗവാന്റെ മുന്നിൽ വാഹനമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ സവിശേഷത വളരെ സവിശേഷമാണ്. മുരുകന്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഈ കാഴ്ച ലഭ്യമല്ല. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷമാണ് നെല്ലിമരം. ക്ഷേത്രത്തിലും പരിസരത്തും 5 തീർത്ഥങ്ങൾ അല്ലെങ്കിൽ ദിവ്യ ജലസ്രോതസ്സുകളുണ്ട്. വജ്രതീർത്ഥം, ശരവണ തീർത്ഥം, നേത്ര പുഷ്കരിണി, കുമരത്തുറൈ എന്നുവച്ചാൽ കാവേരി നദി. ഐതിഹ്യം പറയുന്നത് സുമതി എന്ന അന്ധനായ ഒരു ഭക്തയ്ക്ക് തന്റെ പാപങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ്. ഭരദ്വാജ മുനി അവളോട് പോയി നേത്രവിനായകനെ ആരാധിച്ച് നേത്രതീർത്ഥത്തിൽ മുങ്ങി പാപങ്ങൾ മാറി കാഴ്ച വീണ്ടെടുക്കാൻ ആവശ്യപ്പെട്ടു. നേത്രവിനായകർ ക്ഷേത്രത്തിനടുത്തെത്തിയ ഭക്തൻ പുണ്യജലത്തിൽ മുങ്ങി കാഴ്ച വീണ്ടെടുത്തു എന്നാണ് വിശ്വാസം. പുണ്യജലത്തിൽ മുങ്ങി നേത്രവിനായകർ ക്ഷേത്രത്തിനടുത്തെത്തുമ്പോൾ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയും എന്ന് ഗുരുജി ശ്രീ നരേന്ദ്രബാബു ശർമ്മ നിർദ്ദേശിച്ചു. പുരാണവും ചരിത്രവും. മുരുകന്റെ പ്രതിഷ്ഠയുള്ള 6 പടൈവീടുകളിൽ 4ാമത്തേതാണ് സ്വാമിമലൈ. ഇവിടെ അധിപനായ ദേവൻ തന്റെ പിതാവായ പരമശിവനോട് തന്നെ ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിച്ചു. ശിവനോടുള്ള ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ പ്രബോധനത്തിന് പേരുകേട്ട സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇവിടെ കുടികൊള്ളുന്ന മുരുകനെ നമ്മൾ സ്വാമിനാഥൻ, തകപ്പൻ സ്വാമി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ സ്വാമിമലൈ എന്നും വിളിക്കുന്നു. ഗുരു എന്ന നിലയിലുള്ള കൃപ കാരണം കുറുമലൈ, ഖണ്ഡാചലം, സിരഗിരി, ശിവമലൈ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര് തിരുവേരാകം എന്നാണ്. കുംഭകോണത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. 2ാം നൂറ്റാണ്ടിൽ ഒരു ചോള രാജാവാണ് സ്വാമിമലൈ സ്വാമിനാഥ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ശിവനെ സുന്ദരേശ്വരൻ എന്നും പാർവതിക്ക് മീനാക്ഷി എന്നും പേരിട്ടിരിക്കുന്നതിനാൽ ഈ ക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. BC 2ാം നൂറ്റാണ്ട് മുതൽ സംഘകാലം മുതൽ ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരാന്തക ചോളൻ 1 പരിഷ്കരിച്ച് പുനർനിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. 1740-ൽ ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൽ ക്ഷേത്രത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. ഹിന്ദു ഐതിഹ്യപ്രകാരം സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് ശിവഭഗവാന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതം സന്ദർശിക്കുന്ന സമയത്ത് ശിവപുത്രനായ മുരുകൻ ആദരവോടെ ബഹുമാനിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ ബ്രഹ്മാവ് കടന്നുപോയി. ഇതിൽ കുപിതനായ മുരുകൻ ബ്രഹ്മാവിന് ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ബാലമുരുകൻ ബ്രഹ്മാവിനോട് അദ്ദേഹം എങ്ങനെയാണ് ജീവികളെ സൃഷ്ടിക്കുന്നുവെന്ന് ചോദിച്ചു. വേദങ്ങളുടെ സഹായത്തോടെയാണ് താൻ ജീവികളെ സൃഷ്ടിക്കുന്നതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അതുകേട്ട മുരുകൻ ബ്രഹ്മാവിനോട് വേദപാരായണം നടത്താൻ ആവശ്യപ്പെട്ടു. പ്രണവ മന്ത്രമായ ഓം ചൊല്ലി പാരായണം ആരംഭിച്ച ബ്രഹ്മാവിനോട് പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മുരുകൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് അത്തരമൊരു ചോദ്യം കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. കോപിഷ്ഠനായ മുരുകൻ ബ്രഹ്മാവിനെ നെറ്റിയിൽ മുഷ്ടിച്ചുരുട്ടി അടിച്ച് തുറങ്കിലിൽ അടച്ചു. ബ്രഹ്മാവിന് പകരം മുരുകൻ സ്രഷ്ടാവിന്റെ ജോലി ഏറ്റെടുത്തു. ദേവന്മാർ ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ മുരുകനുമായി ചർച്ച നടത്താൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. വിഷ്ണുവിന് പക്ഷേ അവരെ സഹായിക്കാനായില്ല. അവസാന ആശ്രയമെന്ന നിലയിൽ ശിവൻ ബ്രഹ്മാവിന്റെ രക്ഷയ്ക്കായി പോയി. ശിവൻ മുരുകന്റെ അടുത്തെത്തി ബ്രഹ്മാവിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഓം എന്നതിന്റെ അർത്ഥം ബ്രഹ്മാവിന് അറിയില്ലെന്ന് പറഞ്ഞ് മുരുകൻ അദ്ദേഹത്തെ വിട്ടേക്കാൻ വിസമ്മതിച്ചു. ഓമിന്റെ അർത്ഥം വിശദീകരിക്കാൻ ശിവൻ മുരുകനോട് ആവശ്യപ്പെട്ടു.
അപ്പോൾ മുരുകൻ എന്റെ ശിഷ്യനായാൽ മാത്രമേ അർത്ഥം വിശദീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ശിവൻ മുരുകന്റെ ശിഷ്യനായി. മുരുകൻ ഗുരുവായി. ശിവൻ കൂപ്പുകൈകളോടെയും ശിഷ്യനെപ്പോലെ തലകുനിച്ചു നിന്ന് അദ്ദേഹത്തിൽ നിന്ന് മന്ത്രം പഠിച്ചു. അതിനാൽ മകൻ സുബ്രഹ്മണ്യന്റെ ശ്രീകോവിൽ ഒരു കുന്നിൻ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ ശിവന്റെ പ്രതിഷ്ഠ കുന്നിനു താഴെയാണ് നിർമ്മിച്ചത്. മുരുകൻ ഈ സ്ഥലത്ത് ശിവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് സൂചിപ്പിക്കുന്നു. ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ സാരാംശം മുരുകൻ തന്റെ പിതാവായ ശിവന് വിശദീകരിച്ചതിനാൽ ഈ ക്ഷേത്രത്തിലെ മുരുകനെ സ്വാമിനാഥസ്വാമി എന്ന് വിളിക്കുന്നു. ധാരാളം കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുള്ള ക്ഷേത്രമാണ് സ്വാമിമലൈ. മലയോര ജില്ലയായ തഞ്ചാവൂരിലെ ആയിരക്കണക്കിന് കൃഷ്ണശിലാ ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാണ് അതിശയിപ്പിക്കുന്ന വിചിത്രങ്ങളിലൊന്ന്. മൂന്നാം പ്രകാരം മലയുടെ അടിവാരത്താണ്. രണ്ടാം പ്രാകാരം കാടുമലയുടെ മധ്യഭാഗത്തും ഒന്നാം പ്രകാരം കാടുമലയുടെ മുകൾ ഭാഗത്ത് സ്വാമിനാഥ ഭഗവാന്റെ ചുറ്റിലും സ്ഥിതി ചെയ്യുന്നു. പൊതുവെ കാട്ടുമല എന്ന് വിളിക്കപ്പെടുന്ന കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. 60 സുപ്രധാന പടികൾ 60 അടി ഘടനയെ നയിക്കുന്നു. 60 തമിഴ് വർഷങ്ങളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന 60 പടികൾ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുരുകൻ ഗംഭീരത്തോടെ നിൽക്കുന്നു. വലതുകൈയിൽ വേലും ഇടതു കൈ ഇടുപ്പിലും. നെഞ്ചിൽ പൂണൂലിന്റെയും രുദ്രാക്ഷത്തിന്റെയും തലയുമായി കരുണാമൂർത്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും സൗമ്യതയും മുരുകന്റെ മുഖത്ത് നമുക്ക് കാണാം. മഹാമണ്ഡപത്തിൽ മയിലിനു പകരം മുരുകൻ നിൽക്കുന്നത് ഇന്ദ്രൻ മുരുകന് നൽകിയ ഐരാവതം എന്ന ആനപ്പുറത്താണ്. ക്ഷേത്രത്തിന് 3 ഗോപുരങ്ങളും 3 പ്രഹാരങ്ങളും ഉണ്ട്. തെക്ക് ദർശനമായ രാജഗോപുരത്തിന് 5 നിലകളുണ്ട്. കിഴക്കേ ഗോപുരത്തിലൂടെയാണ് മിക്കപ്പോഴും ഭക്തർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ഈ 60 പടികൾ 60 തമിഴ് വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാരിമാർ തമിഴ്, ഇംഗ്ലീഷ് പുതുവത്സര ദിനങ്ങളിൽ പടിപൂജ നടത്തുന്നു. സ്വാമിനാഥസ്വാമി ക്ഷേത്രത്തിലെ 60 പടികൾ ശബരിമല ക്ഷേത്രത്തിലെ 18 പടവുകൾക്ക് തുല്യമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും മുരുകൻ പരിഹാരം നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതിനാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ ക്ഷേത്രം സന്ദർശിക്കുന്നു. മുരുകന്റെ കയ്യിലുള്ള വേൽ എന്ന ആയുധം 3 ദിവ്യശക്തികളെ പ്രതിനിധീകരിക്കുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയാണ്. ദേവതകൾക്ക് ദിവസേനയുള്ള പൂജകൾ ദിവസത്തിൽ 6 തവണ നടത്തുന്നു. മുന്നോടിയായുള്ള ഉഷക്കളം പൂജ, കാലസന്ധി പൂജ, ഉച്ചകാല പൂജകൾ എന്നിവയും സായിരശിയിൽ നിന്ന് ആരംഭിക്കുന്ന ഉച്ചപൂജകളും രാത്രി അർദ്ധജാമ പൂജയോടെ 2 കളവും സമാപിക്കും. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഇവയാണ്. പ്രതിമാസ കിരുതികൈ ഉത്സവം, ഏപ്രിലിൽ കാർത്തിക ഉത്സവം, മെയ് മാസത്തിൽ വിശാഖം ഉത്സവം, നവരാത്രി ഉത്സവം മേൽ നടക്കുന്നു. ഒക്ടോബറിൽ സ്കന്ദ ഷഷ്ടി ഉത്സവം, നവംബർ ഡിസംബറിൽ തിരുകാർത്തികൈ ഉത്സവം, ജനുവരിയിൽ തൈപ്പൂയം ഉത്സവം, മാർച്ചിൽ പങ്കുനി ഉത്തിരും ഉത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. സ്വർണ്ണരഥം 7 കിലോ സ്വർണവും 85 കിലോ വെള്ളിയും ചെമ്പ് പോലുള്ള മറ്റ് ലോഹങ്ങളും കൊണ്ട് നിർമ്മിച്ച ഒരു ഗംഭീരമായ സ്വർണ്ണരഥം വൈദ്യുത ബൾബുകൾ കൊണ്ട് മനോഹരമായി പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഭക്തർ 1000 രൂപ അടച്ചാൽ ക്ഷേത്രത്തിനു പുറത്തെ ഇടനാഴിക്ക് ചുറ്റും സ്വർണ്ണരഥത്തിൽ ഘോഷയാത്രയായി ദേവനെ കൊണ്ടുപോകാം. ഭക്തർക്ക് ഒരു ഷാളും എവർ സിൽവർ പാത്രവും ഭഗവാന്റെ പ്രസാദത്തോടുകൂടിയ ഒരു ചെറിയ പെട്ടിയും വാഗ്ദാനം ചെയ്യുന്നു. സ്വാമിമലൈ ക്ഷേത്രത്തിന്റെ ഭരണത്തിൻ കീഴിലുള്ള ഉപക്ഷേത്രങ്ങളിൽ തിരുവലഞ്ചുളിയിലെ ശ്വേതവിനായകർ ക്ഷേത്രം പ്രധാനപ്പെട്ട ഒന്നാണ്. സദൈ മുദിനാഥർ, പെരിയനായകി ദേവി എന്നിവരെ തിരുജ്ഞാനസമ്പന്നരും തിരുനാവുക്കരസാറും ചേർന്ന് ആലപിച്ചിട്ടുള്ളതാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് ലഭിക്കുന്നതിനായി ക്ഷീരസമുദ്രം കലർത്തുന്ന സമയത്ത് രൂപം കൊണ്ട് കടൽ നുരയെ കൊണ്ട് നിർമ്മിച്ച ശ്വേതവിനായകർ അല്ലെങ്കിൽ വെളുത്ത പിള്ളയാർ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. സമീപത്ത് തന്നെ ഒഴുകുന്ന പവിത്രമായ കാവേരി നദി ഈ ദേവാലയത്തിന് ചുറ്റും വലത് അർദ്ധവൃത്താകൃതിയിൽ തിരിഞ്ഞിരിക്കുന്നതിനാൽ വളാഞ്ചുളി അല്ലെങ്കിൽ വലത് തിരിവ് എന്ന് വിളിക്കുന്നു. സോമനാഥസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന കിൽപ്പഴയറയിലെ മറ്റൊരു വാസ്തുവിദ്യ മനോഹര ക്ഷേത്രവുമുണ്ട്. 63 നായന്മാരിൽ ഒരാളായ വിശുദ്ധ മനകയർക്കരശിയുടെ ജന്മസ്ഥലമാണ് ഈ ദേവാലയം എന്നത് എടുത്തുപറയേണ്ടതാണ്. തിരുനാവുക്കരസർ തിരുമേനിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വിമാനമാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം 82 കിലോമീറ്റർ അകലെയുള്ള ട്രിച്ചി എയർപോർട്ടാണ്. റെയിൽ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ 9 കിലോമീറ്റർ അകലെയുള്ള കുംഭകോണമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ 40 കിലോമീറ്ററും ട്രിച്ചി റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്ന് 78 കിലോമീറ്ററുമാണ്. റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ യഥാക്രമം 9 കിലോമീറ്റർ തഞ്ചാവൂർ, 35 കിലോമീറ്റർ കുംഭകോണം, 80 കിലോമീറ്റർ അകലെ ട്രിച്ചി എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷനുകൾ.